ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. കാരണം ഒരു ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പടങ്ങൾ ചന്ത, കടൽ, ഡാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൈയും കാലും മാത്രം ഉപയോഗിച്ചുള്ള കളികളാണ്. പക്ഷേ ശരിക്കും ഒരു ആക്ഷൻ സിനിമ, ആ ജോണിലുള്ള സിനിമ എന്ന് പറയുന്നത് അതിനകത്തൊരു ബോട്ട് ചേസ്, കാർ ചേസ്, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സീക്വൻസ്, അല്ലെങ്കിൽ കുറേ പൈസ മുടക്കിയുള്ള ഫൈറ്റുകൾ. അപ്പോൾ അന്ന് ചന്ത, കടലൊക്കെ ചെയ്യുമ്പോൾ 6 മണിക്കൂർ കൊണ്ടാണ് ആ ഫൈറ്റൊക്കെ ചെയ്യുന്നത്. രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങും, 11 മണിക്ക് ബ്രേക്ക് ചെയ്യും, 1 മണിക്ക് ബ്രേക്ക് ചെയ്യും, പിന്നെ 5 മണിക്ക് തീർന്നു. അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ അന്ന്. പക്ഷെ അങ്ങനെ ഒരു നല്ല ബഡ്ജറ്റുള്ള ഒരു സിനിമ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നടക്കട്ടെ. തമിഴിലായാലും അത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സൂര്യൻ സിനിമകളിലൊക്കെയാണ് അത്യാവശ്യം പറഞ്ഞ പോലെ ഭാവനിച്ചേട്ടന് കൂടുതൽ അവസരങ്ങൾ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അതേപോലത്തെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഭാവനിച്ചേട്ടൻ കൂടുതൽ അങ്ങനത്തെ ഉള്ള പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ആക്ഷൻ. ഇപ്പോൾ എനിക്ക് പൊന്നിയിൻ സെൽവനിൽ വന്നപ്പോഴും എനിക്ക് മാക്സിമം ആയിട്ട്, അതുപോലെ ലിയോയിൽ വന്നപ്പോഴും ഭാവനിച്ചേട്ടൻ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വെച്ചത്. പക്ഷെ ഭാവനിച്ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്ന വെച്ചത്. പക്ഷെ ിൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. കാരണം അത് അവനിച്ചേട്ടനിൽ നിന്ന് അപ്പോൾ സമാധാനം അവസാനം ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും RDX എല്ലാവരും ഭയങ്കരമായിട്ട് അത് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇനിയും കാരണം ഒരു അതുപോലെ സിനിമ അത് തന്നെയാണ്, ഒരു ആക്ഷൻ, ഫുൾ ഓൺ ആക്ഷൻ. ഇപ്പോൾ നമ്മൾ ജെയിംസ് ബോണ്ട് അല്ലെങ്കിൽ കാണുന്ന ഒരു സംഭവം. അങ്ങനെയുള്ള ബഡ്ജറ്റും കാര്യങ്ങളുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് നായകനൊപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഭാവനിച്ചേട്ടൻ അതുപോലത്തെ ഒരു ഇത് കാണാനായിട്ട്. ചേച്ചിപ്പോൾ പറഞ്ഞ ചേച്ചിയും കാര്യങ്ങളൊക്കെ നമ്മുടെ സിനിമ അതിലുള്ള ക്രിയേറ്റേഴ്സും അങ്ങനെ ആഗ്രഹിക്കട്ടെ. അതെ, കാരണം എപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹീറോനും തുല്യമായ ഒരു ആൻറ്റി ഹീറോ കൂടി വന്നാലാണ് ആ പടത്തിന് ഇപ്പോൾ. അല്ലാതെ ഹീറോ വിജയിക്കുന്ന എല്ലാവർക്കും. പക്ഷേ ആൻറ്റി ഹീറോന് എന്തോരം പെർഫോമൻസ് തരാൻ പറ്റി കഴിഞ്ഞാലും പക്ഷേ ഭാവനിച്ചേട്ടൻ ഓൾറെഡി ഹീറോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതേപോലത്തെ ടെക്നിക്കലും പരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാനിപ്പോഴും അതിനുവേണ്ടിയിട്ടുള്ള ഫിസിക്കലി ഫിറ്റായിട്ട് ഇരിക്കുകയാണ്. കരാട്ടെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്. എനിക്ക് ഒരു ഷോൾഡർ സർജറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി. അത് പൊന്നിയിൻ സെൽവൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഫൈറ്റിൽ പറ്റിയതാണോ? ഫ്ലൈറ്റിൽ വെച്ച് ചെറുതായിട്ട് നടന്നിരുന്നു. പിന്നെ കുതിരകൾ ഓടിച്ചോടിച്ച് ഇച്ചിരി വേഴ്സായി. അങ്ങനെയാണ് സംഭവിച്ചത്. 1 ഇയറോളം അതിന് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഫൈറ്റ് ചെയ്യാൻ ഇപ്പോൾ എല്ലാം ഓക്കെ. ഇനിയിപ്പോൾ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ടാവാൻ അതിന് വേണ്ടി തുടങ്ങി. പക്ഷേ ഇങ്ങനൊരു അതിനുള്ള സബ്ജക്റ്റും സുരേഷ് ബാബു തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു കിടിലൻ സബ്ജക്റ്റ് പുള്ളി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പുള്ളി നീക്കുന്നുണ്ട്. അത് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ നമുക്കത് ചെയ്യാനുള്ളൊരു അവസരം, കോണ്ടാക്റ്റും ഇത്രയും കഴിവും അതുപോലെ എന്താ പറയുക പിന്നെ പ്രൊഡക്ഷനാണ് പ്രശ്നം. പിന്നെ നമ്മൾ ചെയ്യുന്ന സിനിമകളിലും ഹീറോയ്ക്കാണല്ലോ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിയുമ്പോൾ അപ്പോൾ ഹീറോയുടെ ഇമേജിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ സ്റ്റോറിയെ ബാധിക്കും എന്നുള്ള പേടി ആഡീഷനുകളെ തന്നെ അവർ വളരെ വ്യക്തമാണ്. അതിപ്പോഴും ഉണ്ട്. ഹീറോനെ ഇമേജിൽ ബാധിക്കുമെന്നുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും സിനിമയെ ബാധിക്കാതിരുന്നതാണ് തെറ്റിദ്ധാരണയാണ്. കാരണം ഇംഗ്ലീഷ് സിനിമയൊക്കെ ഇതിലൊക്കെ ആണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടിയല്ല സിനിമ എടുക്കുന്നത്. അതെ സിനിമ എടുക്കുന്ന ഓഡിയൻസിന് വേണ്ടിയാണ്. ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഡയറക്ടറുടെ പക്ഷേ ഓബ്ലിഗേഷൻ. ഹീറോയുടെ റൈറ്റ് വാങ്ങുക, അയാൾക്ക് മാർക്കറ്റുണ്ട്, അയാൾക്ക് ബിസിനസ് ഉണ്ട്, അയാളെ ഡിപ്പെൻഡ് ചെയ്ത് പടം ചെയ്യുന്നു, അയാളെ ഇങ്ങനെ മുന്നിലെത്തിക്കൊണ്ടാകുന്നത്. അങ്ങനെ ഉള്ളൂ. സംഭവത്തിൽ നമ്മൾ മാറണം, വളരണം, ചിന്താഗതി